विष्णु गुरुर्देवो महेश्वरा गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. 2024 മെയ് 26 മുതൽ ജൂൺ 1 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട്, ഇടവം 12 മുതൽ 18 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച മധ്യം വരെ ബന്ധുകലഹം, വാക്തർക്കം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അതിനുശേഷം ധനസമൃദ്ധിക്കും സുഖത്തിനും യോഗമുണ്ട്. മനസ്സുഖം കുറയും. വസ്ത്രാഭരണ അലങ്കാരാദികൾ സിദ്ധിക്കും. കുടുംബസുഖം ഉണ്ടാകും. വാക്കുപാലിക്കാൻ സാധിക്കും. സർവകാര്യസിദ്ധി ഉണ്ടാകും. കീർത്തി വർദ്ധിക്കും. പ്രണയസാഫല്യം ഉണ്ടാവും. ആഴ്ച അവസാനത്തോടെ രോഗം, ഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഫലങ്ങൾ അകലാൻ വേണ്ടി ദുർഗാഭജനം നടത്തുക. അടുത്തത് ഇടവക്കൂറ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ദേഹസുഖം കുറയും. കോപം നിയന്ത്രിക്കണം. രോഗികൾക്ക് രോഗം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭവും ഭാര്യാസുഖവും ഉണ്ടാകും. ദേശാന്തര ഗമനം വേണ്ടിവരും. ബുദ്ധിക്ക് തളർച്ച, സ്ഥാനമാറ്റം എന്നിവയുണ്ടാകും. വൃഥാസഞ്ചാരം വേണ്ടിവരും. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. അഗ്നി, വാഹനം, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ദുഷ്പ്രവൃത്തി, കർമ്മതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഭൂമി, സ്വർണം എന്നിവ അധീനത്തിൽ വരാൻ യോഗമുണ്ട്. ദോഷഫലങ്ങൾ മാറാൻ ദുർഗാഭജനം, വിഷ്ണുഭജനം എന്നിവ നടത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് കാര്യവിഘ്നവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. പിതാവിന് അരിഷ്ടതയ്ക്ക് സാധ്യത. ധർമ്മപ്രവർത്തികളിൽ അലംഭാവം കാണിക്കും. ശ്രദ്ധക്കുറവ് കൊണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി കണ്ടു തുടങ്ങും. അധികാരികളുടെ പ്രീതി ഉണ്ടാകും. ഭാര്യാപുത്രസുഖം വർദ്ധിക്കും. പാപപ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം വിഷ്ണുഭജനവും ദേവീഭജനവും നടത്തുക. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച രോഗശമനം പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. ധനധാന്യ ലബ്ധി ഉണ്ടാവും. സമ്മാനങ്ങൾ ലഭിക്കും. അഗ്നിഭയം ഉണ്ടാകും. സന്താനങ്ങൾക്ക് അരിഷ്ടത. പശുക്കൾക്കും ബന്ധുക്കൾക്കും നാശം. ബന്ധുകലഹം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കർമ്മതടസ്സം, ദുഷ്കർമ്മങ്ങളോട് ആസക്തി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കളത്രസുഖം, മധുരവാക്കുകളിലൂടെയുള്ള കാര്യസിദ്ധി എന്നിവയ്ക്ക് യോഗം കാണുന്നു. അഭീഷ്ടകാര്യസിദ്ധി, പുത്രന്മാർ, സ്ഥാനപ്രാപ്തി എന്നിവയുണ്ടാകും. നിർഭയത്വവും മനസ്സന്തോഷവും സിദ്ധിക്കും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച മനോദുഃഖം വർദ്ധിക്കും. സഞ്ചാര തടസ്സം ഉണ്ടാകാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അഗ്നി, ആയുധം എന്നിവയിൽ നിന്ന് മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് രോഗമുണ്ടാകാം. അലച്ചിൽ, വഴിതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കാര്യതടസ്സത്തിനും ശത്രുക്കളുടെ ഉപദ്രവത്തിനും ശരീരത്തിന് ബലക്കുറവിനും യോഗമുണ്ട്. ആഴ്ച അവസാനത്തോടെ ധനവർദ്ധനവ്, കളത്രസുഖം, സർവസൗഖ്യം എന്നിവയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ദേവീഭജനം, ശാസ്താഭജനം, സുബ്രഹ്മണ്യഭജനം എന്നിവ നടത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ഭയം, ദുഃഖം, രോഗം എന്നിവ ഉണ്ടാകാം. ധനവരവ് മെച്ചപ്പെടും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകാം. ശത്രുനാശം, കാര്യാദികൾ വിജയം എന്നിവയ്ക്ക് സാധ്യത. ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളും ജ്വരരോഗവും ഉണ്ടാകാം. വാതരോഗങ്ങൾ അലട്ടാം. ഭാഗ്യതടസ്സം, സന്താനദുഃഖം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യവും
സർവ്വ സൗഭാഗ്യസിദ്ധിയും ഉണ്ടാകും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ഭയം, അനാരോഗ്യം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനവരവും മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ദ്രവ്യനാശം, ദുർബുദ്ധി എന്നിവയ്ക്ക് സാധ്യത. ആഴ്ച അവസാനത്തോടെ ഭാര്യാകലഹത്തിനും ഉദരസംബന്ധമായ രോഗത്തിനും സാധ്യത. അനാവശ്യമായ കലഹം, സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള കാലമാണ്. മരണദുഃഖം, അരിഷ്ടത, യാത്രാക്ലേശം എന്നിവയും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, വിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച കർമ്മതടസ്സം, ഭയം, അനാരോഗ്യം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനനാശം, സുഖാനുഭവഹാനി എന്നിവയുണ്ടാകാം. ശത്രുക്കളുമായിട്ടുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. സ്വർണ്ണലാഭത്തിന് സാധ്യത. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും അലട്ടും. അധ്വാനം വർദ്ധിക്കും. സഞ്ചാരക്ലേശം ഉണ്ടാകും. ഭാര്യാദുഃഖവും സ്ത്രീകൾ നിമിത്തം ഉപദ്രവവും ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകേണ്ടി വരും. ബുദ്ധിസാമർഥ്യം വർദ്ധിക്കും. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ശിവപ്രീതിയും ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം, കാര്യവിജയം, ഭയം എന്നിവയുണ്ടാകാം. സ്ഥാനപ്രാപ്തി, സഹോദരഗുണം, നാൽക്കാലി ലാഭം എന്നിവ സിദ്ധിക്കും. ജ്വരം, ഉചിതമല്ലാത്ത ചിന്തകൾ, പുത്രദുഃഖം എന്നിവ അലട്ടാം. ശത്രുജയം, സർവ്വസൗഭാഗ്യസിദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. അനുഭവഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം വിഷ്ണുപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, മാനക്ഷയം, കാര്യവിജയം എന്നിവയുണ്ടാകും. ധനനാശവും സുഖഹാനിയും ശക്തിക്കുറവും വാക്കുപിഴയും ഉണ്ടായേക്കാം. സ്ഥാനഭ്രംശം, ദുർജന സംസർഗം, ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവം എന്നിവയും കാണുന്നു. മനോവിഷമം, വിവേകശൂന്യമായ പെരുമാറ്റം, ഉപാസനാദികൾക്ക് മുടക്കം എന്നിവയുണ്ടായേക്കാം. സന്താനലാഭവും ധനസമൃദ്ധിയും സ്ത്രീലാഭവും സജ്ജന സംസർഗവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച വിഷഭയം, ബന്ധുജന വിയോഗം, ധനനാശം എന്നിവ ഉണ്ടായേക്കാം. ധനവരവും ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. യാത്രാഗുണം സിദ്ധിക്കും. ഭാര്യാസുഖം കുറയും. വാഹന ശയനസുഖവും അധികാരപ്രാപ്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച രക്തജന്യമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദര ഗുണം കുറയും. പുതിയ വീട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഐശ്വര്യവും ആജ്ഞാശക്തിയും ധനലാഭവും ഉണ്ടാകും. രോഗവർദ്ധനവിനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ പുരോഗതി, സന്തോഷാനുഭവങ്ങൾ, കാര്യതടസ്സം, ഭാഗ്യസിദ്ധി എന്നിവ ഉണ്ടാകും. അലച്ചിൽ, കാര്യാദികൾക്ക് തടസ്സം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.